അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ കലം ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഗൈസ് അജുപ്പോ കറി വെക്കാൻ പോവാണ് ഗൈസ്. ഗൈസ് പെട്ടെന്നാണ് ഗൈസ്. ഗൈസ് കലത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ച് ഗൈസ് ഇനി നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇടാൻ പോവാണ്. എന്താ ഗൈസ് ഇങ്ങനെ ഇട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇത്രയും സാധനങ്ങൾ ആ വെള്ളത്തിലോട്ട് നമ്മൾ ഇടാൻ പോവാം. ഗൈസ് കണ്ടോ, അല്ല കൊച്ചു ഗപ്പി ഓടിക്കളിക്കുന്ന കണ്ടോ. നമ്മളിതങ്ങോട്ട് അടച്ചു വെക്കാം. ഈ സാധനമായിട്ട് നല്ല വെട്ടി തിളക്കണം വെള്ളം. അപ്പോഴാണ് നമുക്ക് കഴുകി വൃത്തിയാക്കി അരി വെച്ചിട്ടുണ്ട്. ആ അരി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഗ്യാസ് തീർന്നു പോകും. ഗ്യാസ് തീർന്ന ഗ്യാസിനൊക്കെ 1200 രൂപ എന്നല്ലേ പറയുന്നത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ നോക്കാം. നമ്മളിങ്ങനെ വെള്ളം തിളച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ് ഗൈസ്. അപ്പോൾ അത്താണ് ഭയങ്കര ഉറക്കമാണ് ഗൈസ്. അത്ത ഭയങ്കര ഉറക്കമാണ്. ഇങ്ങനെ ഓരോ പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ അടുക്കളയിലോട്ട് പോവുകയാണ്. ഹായ് അമ്മ. ഗൈസ് ഇതുവരെ തിളച്ചില്ല ഗൈസ്. ഓ ഗൈസ് ഇതാണ് നമ്മളിന്ന് വെറൈറ്റിയാണ് പിടിക്കുന്നത്. ഇത് ദമ്മിടാനുള്ള നമ്മുടെ പാത്രമാണ് ഗൈസ്. ദമ്മിടാനുള്ള പാത്രം. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇനി ഇടുന്നേ പറ. അപ്പോൾ നമുക്ക് കലം അങ്ങോട്ട് ചൂടായിട്ടുണ്ട്. കലം കരിഞ്ഞു. കലം കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം നമുക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇതിനകത്തോട്ട് അങ്ങ് സെൻഡ് ചെയ്യുമ്പോൾ നല്ല കേട്ടോ ഗൈസ്. നിങ്ങൾ ചിരിക്കാതെ ഗൈസ്. മതി. ഇപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഇച്ചിരി കടുക്. ഒന്നും മിണ്ടായിരിക്കാവോ? നിങ്ങൾ കളി കളി ഗൈസ്. അപ്പം നമ്മൾ ഇത് ഇതിനകത്തോട്ട് കടുക് അങ്ങോട്ട് ഇടുവാണ്. വീട്ടിലെല്ലാവരും ഫുൾ അലമ്പ. ഞങ്ങൾ ആരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതിനകത്ത് ഫസ്റ്റ് വരുമാനം വേണം നമുക്ക്. അതെ, കടുക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കടുക് അങ്ങോട്ട് പൊട്ടി എണ്ണ നല്ല ചൂടായി പൊട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നീ ഇവിടെ ഇട്. അപ്പോൾ നമ്മുടെ തക്കാളിക്ക, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്, ഒരു 5-6 പച്ചമുളക് കീറി, കരിവേപ്പില, പിന്നെ നമ്മുടെ ഇഞ്ചി അതിനകത്തോട്ട് ആഡ് ചെയ്യും. ഗൈസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അത്ത ഇവിടെ ഭയങ്കര വഴക്കാം. വെളുത്തുള്ളി കീറാതെ 2 വെളുത്തുള്ളി ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊന്ന് ആഡ് ചെയ്യും. നമ്മൾ ഈ വീഡിയോയിൽ ഫേമസ് ആവും ഉറപ്പാണ്. അതെ, നമ്മൾ ഈ വീഡിയോയിൽ ഫേമസ് ആവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. കണ്ടോ തിളയ്ക്കുന്നത് കണ്ടോ. ജസ്റ്റ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തവി ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. മൺകുടത്തിന് സ്റ്റീലിൻ്റെ തവിയല്ല വേണ്ടത്, ചിരട്ട തവിയാണ് വേണ്ടത്. അതിപ്പോൾ കൊണ്ടുവരും. സാധനം വന്നിട്ടുണ്ട്. നിനക്ക് ക്ഷമിക്കുക. അതെ, ആ ചിരട്ട തവി ഇതേ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതങ്ങോട്ട് സെറ്റായി. നമ്മളൊരു 6 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ഗ്രേവി നമുക്ക് സെറ്റാക്കണം. അപ്പം ഈ മൺകുടത്തിനകത്തോട്ട് നമുക്ക് ഈ സവാള അതിനകത്തോട്ട് കാണിച്ചിട്ടാണ് ഇടാൻ. നല്ല പൊട്ടും. കണ്ടോ പൊട്ടിയില്ല കേട്ടോ. സോറി ഗൈസ്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കും. ഇതുണ്ടോ ഗൈസ്, ഇത്രയും നേരം നമ്മളിങ്ങനെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് കണ്ട ഗൈസ്. മൺകലത്തിനൊരു ചൂടില്ല. ഞാനത് കൈ കൊണ്ടാണ് പിടിക്കുന്നത്. അതാണ് മൺകലത്തിന്. തീ കത്തിച്ചിട്ടുണ്ടോ? പക്ഷെ അടി തീ കത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഇതുണ്ടോ നല്ല തീ കത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യും.
ഗൈസ് ഇപ്പോൾ ഉപ്പ് ഇടുന്നതിന് പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ, ബിരിയാണിക്ക് ഉപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ തന്നെ നമ്മുടെ അരി ഇടാൻ വേണ്ടി നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കഴുകി വൃത്തിയാക്കി അരി വെച്ചിട്ടുണ്ട്. അരി ഇടാം. അരി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തേക്കാം. നമ്മൾ അരി ഇട്ട് കഴിയാറായി. ബിരിയാണിയുടെ മണം വന്നു എന്നാ ഉദ്ദേശിച്ചത്. അരി പോലും കഴുകി കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അരി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ സവാള നല്ല വഴണ്ട കൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ ക്യാമറ കൊള്ളാത്തതുകൊണ്ടാവും അങ്ങനെയൊന്നും പറയാതെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്തെല്ലാം വരുമാനം കിട്ടിയിട്ട് നമ്മളെ കിടിലം ഒരു ക്യാമറ മതി. അതെ, നിങ്ങൾ ഹെൽപ്പ് ആക്കിയാൽ മാത്രം. അപ്പോൾ കിടിലം വീഡിയോ പിന്നെയാണ്. നമുക്ക് അടുത്ത പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ പോയി കുക്ക് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. വീടിനകത്തൊരു സ്ഥലം നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും പോയി. ഇരുന്ന് കൂടിയ സ്ഥലമൊന്നുമല്ല ഗൈസ്. ഇത് കണ്ടോ, നല്ല മലയൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല അന്തരീക്ഷമൊക്കെയാണ്. ചുമ്മാ ഇരുന്ന് മൂടിയാന്നൊക്കെ പറയല്ലേ. അപ്പം നമ്മുടെ സവാള നല്ല അടിപൊളിയായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. 2 കിലോ അരിയും 2 കിലോ ചിക്കനും. അപ്പോൾ നമ്മൾ ചിക്കൻ അങ്ങോട്ട് സവാള ഏതാണ്ട് നല്ല അടിപൊളിയായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാസിനകത്തോട്ട് വെക്കുന്നുണ്ട്. ആവിൽ എന്തുകൊണ്ടാണ് നല്ലപോലെ വീഡിയോ ഒന്നും കാണാത്തത്. ചിലപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ക്ലിയർ ആണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുരുമുളക് പൊടി, ഒരു ശകലം കുരുമുളക് പൊടി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഒരു ശകലം ചിക്കൻ മസാല നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ നമ്മളിപ്പോൾ നമ്മുടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാണാം. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ മുളക് പൊടി ഇടാൻ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമ്മുടെ മസാല ഒന്ന് സെറ്റാകാൻ വേണ്ടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല അരി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഒരു 5 മിനിറ്റ് കൂടെ കിടന്ന അരി വെന്ത് കിട്ടും. അപ്പോൾ തന്നെ നമ്മുടെ മസാല ഏതാണ്ട് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് കളറ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു ശകലം കൂടെ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് തക്കാളിക്ക് അരിഞ്ഞ് വെച്ചത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. പിന്നെ കറിവേപ്പില അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്വല്പം തൈര്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് നല്ല അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് മസാലയെല്ലാം നല്ല അടിപൊളിയായിട്ട് അതൊരു പിടിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് വേകാൻ വേണ്ടി അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ശക്കലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം തന്നെത്താൻ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഇതിനെ കത്തി കൊടുക്കാം. നമ്മുടെ ദമ്മിടാനുള്ള ചിക്കൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറൊന്ന് റെഡിയാക്കിയിട്ട് ദമ്മിടാം. അപ്പോൾ നമ്മുടെ ചോറ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു കോരിക്കകത്തോട്ട് മാറ്റി വെക്കാം. വേവിയുണ്ട്. നമ്മുടെ ചോറ് നമ്മൾ ഒരു പകുതി വേവിലാണ് ഊറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ ദം ബിരിയാണി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ബിരിയാണി റൈസ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്പെഷ്യൽ മസാലയുണ്ട്. മസാല നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ തീയിലെ വെച്ചിട്ട് ദമ്മിടാവൂ. അതുപോലെ നമ്മുടെ സ്പെഷ്യൽ അണ്ടിപ്പരിപ്പ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുന്തിരി. പിന്നെ നമുക്കൊരു 4 സവാള, ജസ്റ്റ് പച്ച സവാളയാണ്, അത് നമുക്കിനകത്തോട്ട് ആഡ് ചെയ്യും. ദം ബിരിയാണി ആയതുകൊണ്ട് നല്ല ദമ്മ് കയറുമ്പോൾ ഇതെല്ലാം അങ്ങ് വാടിപ്പോക്കുള്ളൂ. അവിടെ നമ്മൾ വറക്കാത്തത്. ഇത് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള കറിയാണ്. അതിനകത്തുനിന്ന് തന്നെ എടുത്ത് മാറ്റി വെച്ച രണ്ടാമത് 2 ലെയറായിട്ട് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള കറിയാണ്. ഇപ്പോൾ നമ്മുടെ മാറ്റി വെച്ച മസാല അതിനകത്തോട്ട് ആഡ് ചെയ്യും.
ചിക്കൻ്റെ ഗ്രേവിയാണ്. അപ്പം നമ്മുടെ ബാക്കി ചോറും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യും. എന്തേ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് അതിൻ്റെ ഗ്രേവി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്തത്. ചോറിനകത്ത് തയ്യാറ് നമുക്ക് ഇതിനകത്ത് കുലുക്കി കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെയറിലെ അണ്ടിപ്പരിപ്പ് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുന്തിരിങ്ങയും അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കറുത്ത മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്, മഞ്ഞ മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്. കീറിയത് അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മസാല ഒരിച്ചിരി മണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ജസ്റ്റ് തീ ഒന്ന് കൂട്ടിയാൽ മതി. ആ വെള്ളമെല്ലാം ഒന്ന് പറ്റി സെറ്റ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് കടക്കാൻ പോവുകയാണ്. ഒരു ചെറുനാരങ്ങ നേരെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മുടെ ദമ്മ് പൊട്ടിച്ച് കലത്തിക്കുന്ന ചോറ് ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നു. ഓ ഗായ്സ്, എന്തോ മണമാണെന്നറിയോ? കുറച്ച് കലത്തിനകത്ത് പറ്റി പിടിച്ചിരിക്കൊണ്ട് ഗൈസ്, അതിങ്ങനെ എടുത്തിനകത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അവസാനമായിട്ട് എല്ലാം നമ്മുടെ ഗ്രേവിയൊക്കെ ഇങ്ങനെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇളക്കാൻ പോവാണ് ഗൈസ്. നല്ല ചാറെല്ലാം അവിടെ ഇവിടേക്ക് പിടിക്കുന്ന കൂട്ട് നമ്മൾ നല്ല ശരിക്കും ഇളക്കാൻ പോവാണ് ഇപ്പം. വാവ്, നല്ല കിടില മണമൊക്കെ അടിക്കുന്നു. ക്യാമറയിലോട്ടാണ് ആ പുകയൊക്കെ അടിച്ച് ക്യാമറ ഒക്കെ മഞ്ഞ് മൂടി പോലായി ഗൈസ്. അതായത് നമ്മൾ ചെറിയ കലത്തിലാണ് വെച്ചെങ്കിലും നമ്മൾ വലിയൊരു ചരുവത്തിലായിരുന്നു വെച്ചത്. കാരണം കലം കാണുന്ന പോലൊന്നും അല്ല. 2 കിലോ അരി ഉണ്ടായിരുന്നു അതിനകത്ത്. സാധനം സെറ്റായിട്ടുണ്ട്. നല്ല മായമൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് ലെഗ് പീസാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നമ്മൾ അതെടുത്തൊന്ന് നൈസൊക്കെ കാണിക്കുവാണ്. ഇതാണ് ഗായ്സ് നമ്മുടെ ലെഗ് പീസ്. ലാസ്റ്റ് ഒരു പൊടിക്കണം. നമ്മൾ എത്ര ഇളക്കിയാലും ചിലപ്പോൾ ചോറങ്ങ് അവിഞ്ഞു പോയെന്ന് വരും. ആ സമയം ഇങ്ങനെ ഒന്ന് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളിനകത്ത് മല്ലിയില അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചെയ്തിട്ടില്ല. സാധാ വീട്ടിലുണ്ടാക്കുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ പരിപാടിയാണ്. നല്ല അടിപൊളി ചട്ടി ദം ബിരിയാണി. അതായത് മൺകുടത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇത്. പിന്നെ ഇട്ട മസാല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ജീരകമൊക്കെ അരച്ച് നല്ല വറുത്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അടിപൊളി ഒരു ദം ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ.